ഇന്ന് നമ്മളുടെ വീഡിയോ ഒരു മത്തിക്കറിയാണ്. എല്ലാ നാട്ടിലും മത്തി എന്ന് പറയില്ല, ചാള എന്ന് പറയും. ചാളക്കറിയാണ്. നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ. 4 സബോള, 1 തക്കാളി, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ ഇല, മത്തി. ഈ പാത്രത്തിലേക്ക് കുറച്ച് പുളിയിടാം. ഇത് ഈ പുളിയിടാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് തക്കാളി, സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞാലോ. അങ്ങനെ സവോള അരിയൽ കഴിഞ്ഞു. ഇനി പച്ചമുളകും തക്കാളിയും ഉണ്ട്. അങ്ങനെ തക്കാളി അരിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു. ഇത് പച്ചമുളക് നമ്മുടെ നാട്ടിലെ പച്ചമുളകല്ല, ഇത് സൗദി പച്ചമുളകാണ്, എരിവുള്ളതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് ചെറിയ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. മിക്സി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ വെളുത്തുള്ളി അരിയിൽ കഴിഞ്ഞു. ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. സ്ലൈസായി അരിയുക. അതേമാതിരി ഇഞ്ചിയും കഴിഞ്ഞിട്ടുണ്ട്, സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം അരിയൽ കഴിഞ്ഞു. ഇനി അടുപ്പ് കത്തിച്ച് നമുക്ക് ഒരു പാനൽ വയ്ക്കാം. ഇതാണ് ഇവിടുത്തെ ഗ്യാസ് അടുപ്പ്. ഇനി അതിലേക്ക് ഒരു പാത്രം വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാൻ നോക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പാത്രം ചൂടാവട്ടെ. നമുക്കൊന്നിട്ട് എണ്ണ ഒഴിക്കാം. അങ്ങനെ എണ്ണ ഒഴിക്കാം. അങ്ങനെ ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ഉള്ളി ഇട്ട് ആദ്യം വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് വാട്ടിയെടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ഇടുക. അതിങ്ങനെ ഗോൾഡൻ കളർ വരുന്ന വരെ നമുക്ക് ഇട്ടെടുക്കാം. അതിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. എനിക്ക് പച്ചമുളക് ഇടാം. എന്നിട്ട് നന്നായി വാട്ടിയെടുക്കാം. കരിഞ്ഞു പോയതല്ല കേട്ടോ, ഗോൾഡൻ കളറാണ്. പച്ചമുളക് വാടി ഉള്ളി ഇടാം. ഇനി വാട്ടിയെടുക്കാം. ഈ ഉള്ളി ഗോൾഡൻ കളറാവണ വരെ നമുക്ക് മാറ്റിയെടുക്കാം. അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല നമുക്കിടാം. മുളക് പൊടി ആദ്യം ഇടാം. മുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്, കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളിട്ടാൽ മതി. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഫിഷ് മസാല ഇടാം. ഇത് എത്ര ഇടണം? ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതിലിടുക. മസാല എല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്ന് വാടി കിട്ടണവരെ വെയിറ്റ് ചെയ്യാം. ഈ പുളി ഉണ്ടല്ലോ, ഈ പുളി നമുക്ക് പിഴുത് അതിൽ വെള്ളമായിട്ട് നമുക്ക് ഒഴിക്കാം. മസാല അങ്ങനെ വാടിയിട്ടുണ്ട്. ഇനി തക്കാളി ഇടാം. അങ്ങനെ തക്കാളി വാടി. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. പിഴുത് വെച്ച വെള്ളം കൊണ്ട് ഒഴിക്കുക. ഇനി അത് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനിടാം. ഞാൻ പുളിവെള്ളം കൂടാതെ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇത് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മീൻ ആഡ് ചെയ്യാം. അങ്ങനെ കറി തിളയ്ക്കാൻ തുടങ്ങി. അതിലേക്ക് മീനിടാം നമുക്ക്. അങ്ങനെ മീൻകറി റെഡിയായി. ഇല്ല, ഭാഗത്ത് മീൻകറി ആയി. അതിന് 2 കരിവേപ്പിൻ്റെ ഇല കൂടി ഉണ്ടാവും. ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ച് മണം കിട്ടും. നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. എല്ലാം അടിപൊളി മണം ഉണ്ടാവും. അങ്ങനെ ചോറായി, മീൻകറിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ പുതിയ വീഡിയോയുമായി കാണാം. ബൈ.